നോക്കൂ, അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ വിരുദ്ധമായ ചിന്താഗതികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്ത്രീ സമൂഹത്തിൽ ഏറ്റവും ഉന്നതയായിരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇതേ സ്മൃതി ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ്. പിതാ രക്ഷതി കൗമാരെ ഭർത്തൃരക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്ന അതേ മനു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത. സ്ത്രീകൾ എവിടെ ആദരിക്കപ്പെടുന്നുവോ ബഹുമാനിക്കപ്പെടുന്നുവോ അവിടെ ദേവന്മാർ വസിക്കുന്നു എന്ന് ഇതേ മനു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് രസകരമായ മനോഹരമായിട്ടുള്ള ഒരു കാര്യം. അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിന് അത്രയും യാഥാസ്ഥിതികരായിട്ടുള്ള അറിവിലേക്ക് അന്നത്തെ ആ ഒരു പുരാതന കാലഘട്ടത്തെ ജനങ്ങളോട് എങ്ങനെ ഒരു സന്യാസിക്ക് പറയാനുള്ള പരിമിതികൾ വെച്ച് അദ്ദേഹം നിയമങ്ങൾ ക്രോഡീകരിച്ചു. അതുകൊണ്ട് കുറച്ചെല്ലാം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള വന്നിട്ടുണ്ടെന്നു. അദ്ദേഹം വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ മുത്തച്ഛനടക്കമുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെല്ലാം കൂടി ഇരുന്നുകൊണ്ട് ഇന്ത്യക്കൊരു സ്മൃതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഭരണഘടന. അത് തന്നെയാണ് നിലക്ക് അതിനെയും അദ്ദേഹത്തിന്റെ അച്ഛന്റെ അമ്മ ഇന്ദിരാഗാന്ധി അത് പലതവണ തിരുത്തിയിട്ടുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയും തിരുത്തപ്പെടും. കാലഘട്ടങ്ങൾക്കനുസരിച്ച് തിരുത്തപ്പെടാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം ചെയ്യുന്നത് വെറുപ്പ് പടർത്തലാണ്. അതൊരു സംസ്കാരത്തെ അപ്പാടെ തള്ളി പറഞ്ഞുകൊണ്ടാകും. നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കൂ, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മനുസ്മൃതിക്ക് പിറകെയാണ്. അദ്ദേഹം സ്വയം ബ്രാഹ്മണൻ ആണെന്നാണ് അവകാശപ്പെടുന്നത്. അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആളാണെന്നൊക്കെ അവകാശപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ മനുസ്മൃതിയെ കുറ്റം പറയുന്നു. സ്ത്രീവിരുദ്ധമാണത്, തള്ളിക്കളയണമെന്നെല്ലാം പറയുന്നു. നോക്കൂ, മനുസ്മൃതി എന്നത് ക്രിസ്തുവിനും 2 നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട ധർമ്മ നിയമ സംഹിതയാണ്. അന്നത്തെ കാലത്തെ ആളുകൾ എങ്ങനെയെല്ലാമാണ് ജീവിക്കേണ്ടത്, എന്തെല്ലാം നിയമങ്ങളാണ് പാലിക്കേണ്ടത്. നമ്മുടെ ഭരണഘടന ഉണ്ടല്ലോ, ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടന പോലെ അന്നത്തെ ഭരണഘടനയായിരുന്നു മനുസ്മൃതി. ഈ മനുസ്മൃതി എന്നാൽ ആളുകൾ ചിന്തിച്ച് സ്മരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാർ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ സ്മരിച്ച് എഴുതിയതാണ്. അതാണ് സ്മൃതി. സ്മൃതിയിൽ നിന്ന് എടുത്ത് എഴുതിയതാണ്. ചിന്തിച്ചും ഓർമ്മയിൽ നിന്നെടുത്തും മറ്റുള്ളവർ പറഞ്ഞു തന്ന ആ ഓർമ്മ പുതുക്കിയും ഒക്കെ എഴുതിയതാണ് സ്മൃതി എന്നാണ്. അതാണ് അതിന്റെ ലളിതമായിട്ടുള്ള വിവരണം. അത്തരം നിയമഗ്രന്ഥങ്ങളാണ്. എന്നാൽ നോക്കൂ, ഇപ്പോൾ നമുക്ക് സെമിറ്റിക് മതങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പുതിയ നിയമം, പഴയ നിയമം എന്നൊക്കെ, പഴയ നിയമം ഓൾഡ് ടെസ്റ്റ്മെന്റ്, പിന്നെ അങ്ങനെയുള്ള നിയമങ്ങൾ ക്രിസ്ത്യാനിറ്റിക്കുണ്ട്. അതുപോലെ ജൂതായുസത്തിന് മറ്റൊന്നുണ്ട്, തോറ എന്ന മറ്റാണ് അതിന്റെ പേര്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമഗ്രമായിട്ടുള്ള ഒരു നിയമസംഹിതയാണ് ഖുറാൻ. ഈ ഏതാണ്ട് 1600ഓളം കാലമായി ഖുറാൻ, 2000-2000 വർഷങ്ങളായി ബൈബിള്, അതിനും മേലെ വർഷങ്ങളായി തോറാക്കി. ഇതൊക്കെ നിയമഗ്രന്ഥങ്ങളാണ്, സ്മൃതി പോലെയുള്ള. പക്ഷെ മനുസ്മൃതി ഹിന്ദുവിന്റെ നിയമസംഹിതയാണെന്ന് പറഞ്ഞാൽ പറയാം. പക്ഷെ മനുസ്മൃതി മാത്രമല്ല നിയമങ്ങൾ എന്നുള്ളതാണ്. മനുസ്മൃതിയിൽ നിന്നില്ല. ആദ്യത്തെ സ്മൃതികളിൽ ഒന്നാണ് മനുസ്മൃതി എന്നുള്ളത് വാസ്തവമാണ്. അതിനുശേഷം 100-ൽ പരം നിയമങ്ങൾ, 100-ൽ പരം ഇതുപോലെയുള്ള നിയമധർമ്മ സംഹിതകൾ ഉണ്ടായിട്ടുണ്ട്. 100-ൽ പരം. അതിൽ പ്രധാനപ്പെട്ട നിയമസംഹിതകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. മനുസ്മൃതി, അതിനുശേഷം മനുസ്മൃതിയിലെ പൂർണ്ണമായും മനുസ്മൃതി തള്ളിക്കളയേണ്ടതാണോ? ഒരാളും ഇന്ന് ഹിന്ദു വിശ്വാസത്തിൽ ഇന്ത്യയിലെ ആരും തന്നെ മനുസ്മൃതി അനുസരിച്ച് ജീവിക്കുന്നില്ല. ഈ മനുസ്മൃതിയുടെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാനും നമുക്ക് കഴിയില്ല. ആ 2200 വർഷങ്ങളിൽ നിന്നും നാം ഇന്ന് 2026 വർഷങ്ങൾ മുന്നിലേക്ക്, 2226ഓളം വർഷങ്ങൾ മുന്നിലേക്ക് പ്രയാണം ചെയ്തു കഴിഞ്ഞു. തിരിച്ചുപോക്ക് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളൊരു സമൂഹ ജീവിയാണ്, ആധുനിക കാല മനുഷ്യ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എന്ന്. പിന്നെയും എന്തുകൊണ്ടാണ് ഈ മനുസ്മൃതിയെ കുറ്റം പറയുന്നത്? ഈ മനുസ്മൃതിക്ക് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ആ കുറ്റം ഈ രാഹുൽ ഗാന്ധിക്ക് കൂടി വന്നു ചേരുന്നതല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്? മറ്റാർക്കെങ്കിലും മാത്രം അവകാശപ്പെട്ടതാണോ? ഇന്നത്തെ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്മൃതി ഇന്ത്യൻ ഭരണഘടനയാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഒപ്പം എന്താണ് സ്മൃതി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എത്ര സ്മൃതികൾ, പ്രധാനപ്പെട്ട 18 സ്മൃതികളുണ്ട്. പ്രധാനപ്പെട്ടത് 100-ൽ പരം സ്മൃതികളുണ്ട്. പ്രധാനപ്പെട്ട അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, മനുസ്മൃതി കഴിഞ്ഞാൽ യാജ്ഞവൽക്യ സ്മൃതി എന്ന് പറയുന്ന ഒരു സ്മൃതിയാണ് പ്രധാനപ്പെട്ടത്. നാരദ സ്മൃതിയുണ്ട്, വിഷ്ണു സ്മൃതിയുണ്ട്, പിന്നീട് പരാശര സ്മൃതി എന്ന് പറയുന്ന മറ്റൊരു സ്മൃതിയുണ്ട്. ബൃഹസ്പതി, നമുക്കറിയാം, മഹർഷി ബൃഹസ്പതിയുടെ പേരെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ബൃഹസ്പതി ക്രോഡീകരിച്ച ഒരു സ്മൃതിയുണ്ട്. കാത്യായന സ്മൃതി എന്ന് പറയുന്ന മറ്റൊരു സ്മൃതിയുണ്ട്. ദക്ഷ സ്മൃതി. ഇതൊക്കെ നോക്കൂ, ഇതിന്റെയൊക്കെ പേര് വരുന്നത് ഓരോ ഋഷിമാരും മുനിമാരിൽ നിന്നുമാണ്. അത്രി സ്മൃതി, ഹാരിത സ്മൃതി, യമസ്മൃതി, ഉശനസ്മൃതി, അങ്കിരസ്മൃതി. അങ്കിരസ ഗോത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മന്ത്രം ചൊല്ലുന്നത് കേട്ടിട്ടുണ്ടല്ലോ. സംവർത്ത സ്മൃതി, അതുപോലെ വസിഷ്ഠ സ്മൃതി, വ്യാസസ്മൃതി, ശംഖസ്മൃതി, ലിഖിത സ്മൃതി എന്നുള്ളതാണ് 18 പ്രധാനപ്പെട്ട സ്മൃതികൾ. നമുക്കറിയാം, നമ്മുടെ വലിയ കവി, വിപ്ലവ കവിയായിട്ടുള്ള രാമവർമ്മയുടെ വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയുണ്ട്.
ആരണ്യാന്തര ഗഹുരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുലിനോപ്രാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാ സാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യവൻ ദർശനം. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഈ ഭാരതത്തിലെ ആർഷഭാരതം എന്നാണ് പറയുന്നത്. ഋഷിപ്രോക്തമാണ് ഭാരതം, ഋഷിമാർ സൃഷ്ടിച്ചതാണെന്നാണ് പറയുക. ഓരോ കാലഘട്ടത്തിലും ഋഷിമാർ അവർ നിയമങ്ങൾ ക്രോഡീകരിച്ചു, നിയമങ്ങൾ പറഞ്ഞു. ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള നിയമങ്ങളായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഋഷിമാരുടെ പേര് ചേർത്താണ് സ്മൃതികൾ വരുന്നത്. അവർ ഓർത്തെടുത്തും അവരുടെ പൂർവികന്മാരും ഗുരുക്കന്മാരും പറഞ്ഞു കൊടുത്തതും അവരുടെ സ്വന്തം ബുദ്ധിയിൽ ഉദിച്ചതുമായിട്ടുള്ള ഓരോ അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള നിയമങ്ങൾ, അതത് കാലഘട്ടത്തെ നിയമത്തിനനുസരിച്ചുള്ള ആളുകളെ കുറച്ചെങ്കിലും ധർമ്മത്തിന്റെ പാതയിൽ ചരിപ്പിക്കുവാൻ ഉപയുക്തമായിട്ടുള്ള നിയമങ്ങൾ അവർ ക്രോഡീകരിച്ചു. അതാണ് നിയമങ്ങൾ. അതിൽ നിൽക്കുകയല്ല, അതാണ് ശരിയെന്ന് ശാഠ്യം പിടിച്ച് ആരെങ്കിലും നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മനുസ്മൃതിയിൽ ഒതുങ്ങുമായിരുന്നു. അതിനുശേഷമുണ്ടായ നിരവധി സ്മൃതികൾ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്നിട്ടും മനുസ്മൃതിയെ എന്നും കുറ്റം പറയുന്നു. മനുസ്മൃതി ശരിയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ നോക്കൂ, അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ വിരുദ്ധമായ ചിന്താഗതികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്ത്രീ സമൂഹത്തിൽ ഏറ്റവും ഉന്നതയായിരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇതേ സ്മൃതി ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ്. പിതാ രക്ഷതി കൗമാരെ ഭർത്തരക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്ന അതേ മനു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവതാണ്. സ്ത്രീകൾ എവിടെ ആദരിക്കപ്പെടുന്നുവോ ബഹുമാനിക്കപ്പെടുന്നുവോ അവിടെ ദേവന്മാർ വസിക്കുന്നു എന്ന് ഇതേ മനു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് രസകരമായ മനോഹരമായിട്ടുള്ള ഒരു കാര്യം. അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിന് അത്രയും യാഥാസ്ഥിതികരായിട്ടുള്ള അറിവിലേക്ക് അന്നത്തെ ആ ഒരു പുരാതന കാലഘട്ടത്തെ ജനങ്ങളോട് എങ്ങനെ ഒരു സന്യാസിക്ക് പറയാനുള്ള പരിമിതികൾ വെച്ച് അദ്ദേഹം നിയമങ്ങൾ ക്രോഡീകരിച്ചു. അതുകൊണ്ട് കുറച്ചെല്ലാം സ്ത്രീ വിരുദ്ധമായിട്ടുള്ളവ വന്നിട്ടുണ്ട്. നോക്കൂ, അതിനുശേഷം എത്രയോ കാലം 800 വർഷത്തിന് ശേഷമാണ് നമുക്ക് ഈ ഖുർആൻ പോലെയുള്ള നിയമസംഹിതകൾ വന്നത്. ഇതിനേക്കാളും വലിയ തരത്തിലുള്ള ക്രൂരതകൾ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ആ ഒരു വിഭാഗം ആളുകൾ ഇല്ലെങ്കിൽ അതിൽ തന്നെ ഇന്നും നിൽക്കുന്ന, അതിൽ തിരുത്തൽ പാടില്ല എന്ന് പറയുമ്പോൾ സ്മൃതികൾ പലതുണ്ടായി എന്നുള്ളതാണ് മനോഹരമായ കാര്യം. ആർഷഭാരതത്തിന്റെ പുണ്യം അതാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ചിലർക്ക് ഒരു രസം അല്ലെങ്കിൽ ഒരു ആവേശം നൽകുന്ന, എന്നും ചിലരെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു മനുസ്മൃതി കത്തിക്കൽ. ഈ ചില തീവ്ര ഇസ്ലാമിക സംഘടനകൾ ദളിതരെ മുൻനിർത്തിയാണ് അത് ചെയ്തിരുന്നത്. ഒടുവിൽ ചില സമയങ്ങളിൽ അവർ നേരിട്ട് തന്നെ, അതായത് രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകൾ നേരിട്ട് മനുസ്മൃതി കത്തിക്കുന്ന സമയത്ത് മറുവശത്തുള്ള ആളുകൾ അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഖുർആൻ കത്തിക്കുമെന്ന ഒരു വെല്ലുവിളി നടത്തിയപ്പോഴാണ് അതിന് ചെറിയൊരു ശമനം ഉണ്ടായത്. എന്തിനാണ് നമ്മൾ ഈ പുസ്തകങ്ങളെ, ഈ ഗ്രന്ഥങ്ങളെ ഇന്നും, കാരണം കാലഹരണപ്പെട്ട ഇത്തരം ഗ്രന്ഥങ്ങളെ, കാലഹരണപ്പെട്ടു എന്ന് തന്നെ പറയട്ടെ, ആ 2226 വർഷങ്ങൾക്ക് മുൻപ് ഒരു മഹർഷി അദ്ദേഹത്തിന്റെ അന്നത്തെ നിലവാരത്തിൽ ആ സമൂഹത്തിനനുസരിച്ച് ക്രോഡീകരിച്ച ഒരു നിയമസംഹിത, ആ സംഹിത ഇന്നും ആചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിലെന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ എടുക്കാം എന്നത് തന്നെയാണ്. നോക്കൂ, അതിനെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കുക. സ്ത്രീകളെ ആദരിക്കാതെ നടത്തുന്ന ചടങ്ങുകൾക്ക് ഫലപ്രദമല്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ പറയുന്നു, ഒരു കുടുംബത്തിലെ സ്ത്രീകൾ ദുഃഖിതരായാൽ ആ കുടുംബം വേഗത്തിൽ തകരും. അവർ ദുഃഖിതരല്ലെങ്കിൽ ആ കുടുംബം വളരുമെന്നും ഇതേ മനുസ്മൃതിയാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ ഓർക്കുക. തള്ളിക്കളയുന്നതിന് മുമ്പ് നമുക്ക് സ്വീകരിക്കാൻ സാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. ജനങ്ങളിൽ വെറുപ്പ് സൃഷ്ടിക്കുവാനും അതിൽ നിന്ന് അല്പം വോട്ട് നേടുവാനും കഴിയുമോ എന്ന് നോക്കൂ. അല്പബുദ്ധികളായ രാഷ്ട്രീയക്കാർ, ആ രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നു അതിന് ഇത്തരം ഗ്രന്ഥങ്ങളെ, കാരണം കാലഹരണപ്പെട്ട ഗ്രന്ഥങ്ങളെ ഉപയോഗിക്കുകയും മനസ്സിൽ വെറുപ്പ് പടർത്തുകയും ചെയ്യുകയാണ്. എന്തിനാണ് മനുസ്മൃതിയെ ഈ സമയത്ത് വലിച്ചിഴക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ മുത്തച്ഛനടക്കമുള്ള, ആദ്യത്തെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെല്ലാം കൂടി ഇരുന്നുകൊണ്ട് ഇന്ത്യക്കൊരു സ്മൃതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഭരണഘടന. അത് തന്നെയാണ് നിലനിൽക്കുക. അതിനിയും അദ്ദേഹത്തിന്റെ അച്ഛന്റെ അമ്മ ഇന്ദിരാഗാന്ധി അത് പലതവണ തിരുത്തിയിട്ടുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയും തിരുത്തപ്പെടും. കാലഘട്ടങ്ങൾക്കനുസരിച്ച് തിരുത്തപ്പെടാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം ചെയ്യുന്നത് വെറുപ്പ് പടർത്തലാണ്. അതൊരു സംസ്കാരത്തെ അപ്പാടെ തള്ളി പറഞ്ഞുകൊണ്ടാകരുത്. അദ്ദേഹം ബ്രാഹ്മണനാണെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിനാണ് ഈ ഉള്ളവനെ, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഈ ഉള്ളവനെ പോലെയുള്ളവരെക്കാൾ ഈ മനുസ്മൃതിയിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അതിൽ പങ്കുള്ളത് എന്ന് അദ്ദേഹത്തെ വളരെ വിനയത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.